ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ഹംപി യാത്രയിലെ 3-ാം ദിവസം രാവിലെ ആരംഭിച്ചു. എല്ലാവരും ഓൺ ടൈമിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ബദാമിയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ബദാമിയിലുള്ള കാഴ്ചകൾ, ബദാമിയിലെ കാഴ്ചകൾ, ബദാമിയിലേക്കുള്ള കാഴ്ചകൾ, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ടൂർ കോർഡിനേറ്റർ റെഡിയാണ്, ചീഫ് കുക്ക് റെഡിയാണ്, എൻ്റെ ടീം റെഡിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തകർക്കാൻ വേണ്ടി പോവാണ്. യെസ്, അങ്ങനെ നമ്മുടെ സാരഥികളും റെഡി ആയിട്ടുണ്ട്. നമ്മൾ പോകാനായി ഇറങ്ങുകയാണ്. അപ്പൊ നമ്മുടെ 3-ാം ദിവസത്തെ യാത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഇന്നലെ ഉറങ്ങിയോ? നന്നായിട്ട് ഉറങ്ങിയവരൊക്കെ നന്നായിട്ട് ഉറങ്ങിയവര് അടിപൊളിയാട്ടാ. തീരെ ഉറങ്ങിയിട്ടില്ല അങ്ങനെയാണല്ല, സ്ഥലം മാറി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അല്ലെ, പ്രസൂണും മിഥുനും കൈ കൊണ്ടിരിക്കണ്ട. ഇപ്പൊ പ്രസൂനാട്ടനും മിഥുനും നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി വണ്ടിയിലുണ്ട്. അവരതിനു വേണ്ടി ഇട്ട എഫേർട്ടിനെ നമുക്ക് നന്നായിട്ട് ഒരു ക്ലാപ്പ് ചെയ്യാം. ഇപ്പൊ രാവിലത്തെ മൂഡില് എല്ലാവരും വളരെ എനർജറ്റിക് ആയിരുന്നു, വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങനെ ബദാമിയിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചു. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് കുറച്ച് ഗെയിമുകൾ ഉണ്ടാവും. അതിനു മുന്നേ എനിക്ക് തോന്നുന്നത് ജിയേട്ടൻ പറഞ്ഞ പോലെ സുരേഷ് ചേട്ടന്റെ കഥ തന്നെ കേൾക്കാൻ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ട്. അങ്ങനെ ആദർശ് മൈക്കിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഒരു എനർജി സെഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫ്രീ ആയി റിലാക്സ് ചെയ്ത് വശങ്ങളിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ബദാമിയിലേക്കുള്ള യാത്ര ആസ്വദിക്കുകയായിരുന്നു. കുറച്ചു പേര് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണമായും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ജേണിയാണ്. വഴിയാത്രയിലെ ഒരുപാട് കൃഷിസ്ഥലങ്ങള്, നല്ല മനോഹരമായ ലാൻഡ്സ്കേപ്പുകള്, റോഡ്, അങ്ങനെ ഒരു ടോട്ടൽ വൈബ് കിട്ടുന്ന ഒരു യാത്രയായിരുന്നു. രാവിലെ തയ്യാറാക്കി വെച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാനായിട്ടുള്ള ഒരു നല്ല ലൊക്കേഷനിലാണ് നമ്മൾ ബസ് നിർത്തിയത്. നമ്മുടെ എൻറ്റയർ ടീം ആ ഒരു ഹോംലി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാനുള്ള പ്രിപ്പറേഷനിലാണ്. പൂരിയും നൂൽപുട്ടും ആയിരുന്നു ഇന്നത്തെ ഹോംലി ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടായിരുന്നത്. നല്ല ഗ്രീൻ പീസ് കറിയും. തലേന്ന് പെയ്ത മഴയിൽ പരുത്തിപ്പാടത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിന്റെ മെയിൻ്റനൻസ് അവിടുത്തെ കൃഷിക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഭക്ഷണം കൊടുക്കുവാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടിയത്. അങ്ങനെ കൃഷിത്തോട്ടത്തിലെ കാഴ്ചകളും മന്ദമാരുതനുമൊക്കെ ആ ഒരു സമയം വളരെ മികവുറ്റതാക്കി തീർത്തു. കുറച്ച് ചേച്ചിമാര് ഓട്ടോയിൽ യാത്ര ചെയ്യുകയാണ്. തിങ്ങി നിറഞ്ഞിട്ടാണ് യാത്ര. ഇരുവശങ്ങളിലും നിറയെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ്, കൃഷി സമൃദ്ധിയുടെ കാഴ്ചകളാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ നന്നായി ആ ഒരു ഗെയിം ആസ്വദിച്ച് കളിച്ചു. കാഴ്ചകൾക്കൊപ്പം തന്നെ നമ്മുടെ പഴയ മെലഡി സോങ്സ്, മലയാളം സോങ്സ് പശ്ചാത്തലമായിട്ട് നല്ല ഒരു മൂഡായിരുന്നു ആ ഒരു സമയം. അങ്ങനെ മത്സരത്തില് വിജയിച്ചവർക്കുള്ള സമ്മാനദാനമൊക്കെ നടന്നു. ബദാമിയെ കുറിച്ചിട്ടുള്ള ഒരു ലഘു വിവരണം ഡോക്യുമെന്ററി
നമ്മൾ പ്ലേ ചെയ്തു. അപ്പം എല്ലാവരും വിവരങ്ങളൊക്കെ മനസ്സിലാക്കി. ഇതാ വലതുഭാഗത്തായി ദൂരെ കാണുന്നത് ബദാമിയിലെ കേവ് ടെമ്പിൾസിന്റെ ഏരിയ ആണ്. ടൂർ കോർഡിനേറ്റർ ആദർശ് മുന്നിൽ നിന്നുകൊണ്ട് എല്ലാവരെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണത്. ബസ് ഇറങ്ങി ചെറിയൊരു ദൂരം നമുക്ക് അങ്ങോട്ടേക്ക് നടക്കുവാനുണ്ട്, ഒരു 200ഓളം മീറ്റർ. അപ്പൊ എല്ലാവരും കേവിലേക്ക് നടക്കുകയാണ്. ബദാമിയിലെ കേവ് ടെമ്പിൾസ് കാണാൻ നമ്മൾ പോവാണ്. 6-ാം നൂറ്റാണ്ടിലെ ബദാമിയിൽ പ്രധാനമായും 4 കേവ് ടെമ്പിൾസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ കേവിന്റെ ദൃശ്യം നമുക്ക് താഴെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും കാണാം. ആദ്യ കേവിലേക്ക് നമ്മുടെ ടീം കയറുകയാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലോക്കൽ ഗൈഡിന്റെ വാക്കുകൾ. 18 hand Nataraja, left side 9 hand, right side 9 hand. 9 ones are 9, 9 twos are 18, 9 nines are 81. Total 81 dancing positions are here. One hand to one hand, one hand to one hand. You do the permutation combination. You'll find 81 dancing positions. Sometimes he dances on a lotus flower, that is a happy dance. Sometimes he dances on a Rakshasa, that is a Uratandava dance. For example, one hand is like this, one hand is like this. This is an elephant trunk dance. Come down, Damaru Mudra, Chinmaya Mudra, Hasta Mudra, Suji Mudra, this is a Musti Mudra. And he's holding like a snake, there's a Mayura Mudra. He's holding like a Trishula, Ganesha, there's a Tandu. Tandu is the music director. Without music, there is no dance. Because of that, Shiva Tandu, Shiva Tandava. Shiva Tandava dance, we call like this. This is the only art in the whole world. 18-handed Nataraja. Normally you see 4-hand, 8-hand like this. ബദാമിയില് ചാലൂക്യന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആദ്യ കേവാണ് ശിവ കേവ്. ആ ശിവ കേവില് ഒരുപാട് കൊത്തുപണികൾ നമ്മൾ കണ്ടു. അതിൽ ഒരേ കൊത്തുപണിയിൽ തന്നെ 2 വേരിയസ് ആയിട്ടുള്ള മുഖങ്ങൾ നമുക്ക് കാണാം. ഇതവിടെ സൂം ചെയ്യാം. ഇതൊരു എലിഫന്റ് ആണ്, സൂം അല്ലേ? ഇപ്പൊ ഇതൊരു നന്ദിയാണ്, ഒരു കാളയാണ്, നന്ദിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ വ്യത്യസ്തമാർന്ന കൊത്തുപണികൾ 1500 വർഷങ്ങൾക്ക് മുന്നേ ആണ്. ഈ കാഴ്ചകള് മനോഹരമാണ്, വർണ്ണനാതീതമാണ്. ക്ഷേത്രത്തിന്റെ അകത്ത് വിഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല, അതൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബദാമിയിലെ 2ാമത്തെ കേവ് വിഷ്ണു കേവ് ആണ്. അതിന്റെ ചുമരിലുള്ള വരാഹ അവതാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൊത്തുപണിയാണ് ഇവിടെ കാണുന്നത്. ആദ്യത്തെ ഗുഹാക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം 2ാമത്തെ ഗുഹാക്ഷേത്രം കേവ് ടെമ്പിൾ, വിഷ്ണു കേവ് ടെമ്പിൾ കാണാനായിട്ട്. പാലാഴി മദനത്തിന്റെ ഒരു ശില്പമാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. പാറ തുറന്ന് ഏറ്റവും ടഫായിട്ടുള്ള ഒരു ജോലിയാണ് മുകളിലുള്ള കൊത്തുപണി. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു തുണി ഒക്കെ കണ്ണിന് മുകളിൽ വെച്ചിട്ടാണ് അവര് കൊത്തുപണി നടത്തിയിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏറ്റവും ടഫാണ് മുകളിലുള്ള റൂഫിലുള്ള കൊത്തുപണി. Vamanamurthy Vishnu. You know that story? We'll celebrate Kerala. We'll celebrate that. Onam. Yes. The Mahabali. That's the Bali Raja. 3 people are Bali Raja signing on. She is the Vindhyavali. Bali Chakravarti wife. He is the Shukracharya. Bali Chakravarti Guru. And he is the Vamanamurthy Vishnu. Shukracharya says to the Bali Raja, don't give promise to the Vishnu.
If you give promise to the Vishnu, he will kill you. Shukracharya tried to protect that Bali. ബദാമി എന്ന പേര് വരാൻ കാരണം ഇവിടുത്തെ ഈ വലിയ പാറക്കൂട്ടം അതിന് ബദാമിന്റെ കളറാണ്. അതുകൊണ്ടാണ് ബാദാമി എന്ന പേര് ഈ സ്ഥലത്തിന് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ കേവ് ടെമ്പിൾ ഗുഹാക്ഷേത്രം വിഷ്ണുവിൻ്റേത് തന്നെയാണ്. അവിടത്തേക്ക് ഈ സ്റ്റെപ്സുകൾ കയറിയിട്ടാണ് പോവേണ്ടത്. ഇത് മൂന്നാമത്തെ ഗുഹാക്ഷേത്രമാണ് വിഷ്ണുവിന്റെ പേരിലുള്ള. കൂട്ടത്തിൽ ഏറ്റവും വലിപ്പവും കൂടുതൽ പെർഫെക്ഷനും കൊത്തുപണികളിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചാലൂക്യ സംസ്കൃതിയുടെ മനോഹരമായ ഒരു അവശേഷിപ്പ്. ഗൈഡ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമുക്കായി പറയുകയാണ്. Opposite side or north of fort. There's the opposite side fort. Sandalwood palaces of Chalukyas. Every day they sit like this. They do the Raja Darbar. No, listen. And you see the yoga portion like a yoga. എല്ലാ ക്ഷേത്രത്തിന്റെയും അകത്ത് പ്രതിഷ്ഠാ മൂർത്തികൾ ഇല്ല. അതൊക്കെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ തൂണുകളും വളരെ കൃത്യതയോടെ പെർഫെക്റ്റ് ആയിട്ട് കൊത്തിയിരിക്കുന്ന കാഴ്ച. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുകളിലുള്ള കൊത്തുപണികളാണ് ഏറ്റവും ടഫ്. സെയിം നൽവഴിക്ക് അയാൾ കൊത്തിവെച്ച കരുളന്റെ പ്രതിമയാണ് കേട്ടാ. Okay, these are color palettes. That color take a brush. So it's like this color palettes. കളർ പാലറ്റ്സ്. ഇവിടെ നിന്നുള്ള കാഴ്ച മനസ്സ് നിറക്കുന്നതാണ്. അഗസ്ത്യ തീർത്ഥത്തിന്റെയും അങ്ങകലെയായി ഭൂതനാഥ ക്ഷേത്രത്തിന്റെയും കാഴ്ചകൾ ഈ മൂന്നാമത്തെ കേവ് ടെമ്പിൾ വിഷ്ണു ടെമ്പിൾ അവിടെ നിന്നും കാണാവുന്നതാണ്. അങ്ങനെ നമ്മുടെ 3 കേവുകൾ കംപ്ലീറ്റ് ചെയ്ത് 4ാമത്തെ കേവിലേക്ക് പോവാണ്. ജൈന തീർത്ഥങ്കരന്റെ കേവാണ്. അപ്പോൾ എല്ലാവരെയും നമുക്ക് കാണാം. നാലാമത്തെ കേവ് ജൈന തീർത്ഥങ്കരന്മാരുടെ കേവ് കണ്ടു. കൂട്ടത്തില് കുറച്ച് ചെറിയ കേവാണ്. പക്ഷെ ഇവിടുത്തെ ബ്യൂട്ടി എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില് അഗസ്ത്യ തീർത്ഥത്തിന്റെ മനോഹാരിത. അങ്ങ് അകലെയായിട്ട് ഭൂതനാഥ ക്ഷേത്രം നമുക്ക് കാണാം. ഇതൊരു എന്താ പറയാ വെള്ള സംഭരണി കൂടിയാണ്. മഴവെള്ളമൊക്കെ സംഭരിച്ചു വെക്കുന്ന ഒരു പ്ലാനിങ് കൂടിയാണ് അന്നത്തെ കാലത്ത്. മറുഭാഗത്തായിട്ട് നോക്കിയ ആ ഒരു കേവിന്റെ മനോഹാരിത. നാലാമത്തെ കേവിന്റെ അകത്തെ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്.
താഴെ നിന്നുള്ള ബദാമി കേവിന്റെ കാഴ്ചകൾ. അവിടെ നിന്നും അഗസ്ത്യ തീർത്ഥത്തിന്റെ കരയിലുള്ള ഭൂതനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെയുള്ള വീടുകളും കാഴ്ചകളുമൊക്കെ കാണാം. ഭൂതനാഥ ക്ഷേത്രത്തിന്റെ ഒരു വ്യൂ. 7-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ഒരു ഭൂതനാഥ ക്ഷേത്രം ചാലൂക്യന്മാർ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയും ആരാധനയില്ല, പ്രതിഷ്ഠയില്ല. ശിവനായിരുന്നു ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. ഭൂതനാഥ ക്ഷേത്രത്തിൽ നിന്നും ബദാമി കേവിന്റെ കാഴ്ചകൾ നന്നായി ആസ്വദിക്കാൻ സാധിക്കും. അവിടെ നിന്നും നമ്മള് ബസ്സിലേക്ക് ഓട്ടോയിൽ കൂടിയാണ് പോയിട്ടുള്ളത്. ബാദാമിയിലെ കാഴ്ചകൾ കണ്ട് വരുമ്പോഴേക്കും പ്രസൂണും മിഥുനും ചേർന്ന് നമ്മുടെ ഉച്ചഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ പെയ്തിരുന്നു. അങ്ങനെ കുറച്ചു പേർ നനഞ്ഞു. മലയാളം മെലഡി സോങ്ങിന്റെ അകമ്പടിയോടെ ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മൾ പട്ടടക്കലിലാണ് പോയത്. ചാലൂക്യന്മാര് അവരുടെ പ്രതാപകാലത്ത് ഓരോ യുദ്ധങ്ങൾ ജയിക്കുമ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഒരു സങ്കേതമാണ് പട്ടടക്കൽ നമുക്ക് കാണാൻ കഴിയുക. ബദാമിയിൽ നിന്നും ഐഹോളിലേക്ക് പോകുന്ന വഴി ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരം താണ്ടിയാൽ പട്ടടക്കലിലെത്താം. 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും തീർത്തവയാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം. പട്ടടക്കലിലെ 10 മുകളിൽ ക്ഷേത്രങ്ങളുണ്ട്. ഓരോ വിക്ടറിക്ക് ശേഷവും ചാലൂക്യന്മാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ആരാധന നടക്കുന്ന ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ. ക്യാമറ ഒന്ന് അങ്ങോട്ടേക്ക് തിരിക്കാം. ക്ഷേത്ര സങ്കേതങ്ങൾ കാലത്തെ അതിജീവിച്ച ഒരുപാട് വർഷത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങളെ പോലും അതിജീവിച്ച നിരവധി ക്ഷേത്ര സങ്കേതങ്ങളാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. ഈ ക്ഷേത്ര സങ്കേതങ്ങളെല്ലാം തന്നെ ആർക്കിയോളജിക്കൽ സർവേ ആണ് ഇപ്പോൾ പരിപാലിച്ചു പോരുന്നത്. ഉത്തരേന്ത്യൻ ശൈലിയിലും ദ്രാവിഡ ശൈലിയിലുമാണ് ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം നടന്നിരിക്കുന്നത്. നമ്മൾ അവിടെ വെച്ചിട്ടൊരു റീലൊക്കെ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അതിന്റെ ഒരു ട്രയലാണ് ഈ കാണുന്നത്. പട്ടടക്കലിലെ വിരൂപാക്ഷ ക്ഷേത്രത്തിൽ മാത്രമാണ് ഇപ്പോൾ ആരാധന നടക്കുന്നത്. വിരൂപാക്ഷ ക്ഷേത്രത്തിന് നേരെ മുൻപിലായി വലിയ ഒരു ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള നന്ദിയുടെ ഒരു പ്രതിമയാണ് നമ്മൾ കണ്ടത്. പട്ടടക്കലിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പോയത് ഐഹോളയാണ്. ഏതാണ്ട്
13 കിലോമീറ്റർ ദൂരമാണ് പട്ടടക്കൽ നിന്നും ഐഹോളിലേക്കുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഐഹോൾ എന്ന് വേണമെങ്കിൽ പറയാം. ക്ഷേത്ര കൺസെപ്റ്റില് ശിലകൾ ഉപയോഗിച്ച് മേൽക്കൂരയുള്ള ക്ഷേത്രങ്ങളിൽ സ്റ്റാർട്ടിങ്ങിൽ പണിതത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇതിന്റെ ഇൻസ്പിറേഷനിലാണ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ക്ഷേത്രത്തിന്റെ കൺസെപ്റ്റ് ചേഞ്ച് ചെയ്തത്. 125-ൽ പരം ക്ഷേത്രങ്ങൾ ഈ ഒരു ചെറിയ ഏരിയയിലുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 ക്ഷേത്രങ്ങളാണ് നമ്മുടെ ഈ ഒരു ദുർഗ ടെമ്പിൾ കോംപ്ലക്സിലുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ തന്നെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൻ്റെ ഒരു ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളും ടോട്ടൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതാണ് ഐഹോളയുടെ ഒരു ചെറിയ രൂപരേഖ. അവിടെ ആർക്കിയോളജിക്കൽ സർവേയുടെ മ്യൂസിയത്തിൽ നമുക്ക് കാണാം. ചാലൂക്യ രാജാക്കന്മാർ AD 450-നും 750-നും ഇടയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഈ ഒരു ടെമ്പിൾ കോംപ്ലക്സിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഐഹോളയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മുടെ താമസം ബദാമിയിലായിരുന്നു. ബദാമിയിലേക്ക് മടങ്ങി വരുന്ന വഴി ഒരു സൂര്യകാന്തി പാടത്തിന് സമീപം നിർത്തി കുറച്ചു നേരം ആ പാടത്തിന്റെ മനോഹാരിതകളും മറ്റും ആസ്വദിച്ചു. അങ്ങനെ മടക്കിയ യാത്രയിൽ നമ്മൾ കുറച്ച് പാട്ടും ഡാൻസും ഗെയിംസും ഒക്കെ ആയിട്ട് ഈ ഒരു 3-ാമത്തെ ദിവസത്തെ യാത്ര പൂർത്തിയാക്കി.